മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്നലെ പറഞ്ഞതുപോലെ ഭൗതികമായി ചിന്തിച്ചാൽ ഈ വിഷമം ഇറക്കി വെക്കാൻ ആരുമില്ലാത്ത ഏകാന്തതയിൽ ജീവിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉപ്പയില്ലല്ലോ, ഉമ്മയില്ലല്ലോ, സഹോദരനില്ലല്ലോ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനിപ്പിക്കാൻ അങ്ങനെ ചാർച്ചകളൊന്നുമില്ലാതെ നിൽക്കുമ്പോഴും ഹിമ്മത്തോടെ ഈമാനിന് വേണ്ടി നിലകൊള്ളുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, ഈ ചെറിയ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സഹിക്കണം. അത് ഈമാനോടെ അതിജീവിക്കണം. അത് ക്രാന്തദർശിത്വത്തോടെ കടന്നു പോകണം. ഫറാദീസുൽ ജിനാനി ലനാ ഖറാറു. ഉണ്ട് മോനെ, പറുദീസ കാത്തിരിക്കുന്നു. വിഷമിക്കാനില്ല. അപ്പൊ ഇവിടെ നമ്മൾ നല്ല നല്ല പ്രവർത്തനത്തിന് ഇറങ്ങേണ്ടി വരുമ്പോൾ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ഹബീബ് സഹിച്ചെങ്കിൽ പിന്നെ അതിന് താഴെയല്ലേ ലോകം മുഴുവനുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അത് സഹിക്കേണ്ടതു തന്നെ. പക്ഷേ ഈമാനോടെ അതിജീവിക്കാൻ കഴിയണം. അപ്പോഴേ വിജയിക്കാൻ കഴിയൂ. കാരണം എന്താ? ബേനിഷാനോ കാനിഷാൻ മിടത്താനഹി മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായഗാ. നല്ല ആളുകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവരെ ഇങ്ങനെ കുറ്റം പറയും. അതാണ് ബേനിഷാനോ കാനിഷാൻ മിടത്താനഹി. അവിടുന്ന് സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ സ്വന്തമായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളർന്നിങ്ങനെ വരുന്ന ആളുകൾ, അത് ദീനിയായ രംഗത്ത് വരുന്ന അമ്പിയാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെ അവരെ ഇങ്ങനെ ഒതുക്കാമെന്ന് വിചാരിച്ച് സാഹിറാണെന്ന് പറഞ്ഞു, മജ്നൂനാണെന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ആൾ ഉയർന്നുയർന്നാണ് വരുന്നത്. ബേനിഷാനോ കാനിഷാൻ മിടതാനഹി മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായഗാ. അങ്ങനെ തേച്ചു മാച്ച് കളയാൻ ശ്രമിക്കുമ്പോഴേക്ക് ആൾ ഉയർന്നുയർന്നാണ് വരുന്നത്. അങ്ങനെ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശിഖാഖി. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം ശാഫഈ തങ്ങൾ. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് ഇമാം ബുഖാരി തങ്ങൾ. ഇങ്ങനെ പരീക്ഷണം സഹിച്ചവരാണ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് നൈസാബൂരി റളിയല്ലാഹു അൻഹു. എല്ലാ മഹാന്മാരും പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് വിലാസത്തിലേക്ക് ഉയർന്നു വന്നതെന്ന ചരിത്രമൊന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം.